പല ഭാഗത്തു നിന്ന് കുത്തുവാക്കുകൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ അറച്ചരച്ച് ഉള്ളിൽ പേടി വെച്ചിട്ട് നിന്നു. ഇപ്പം പുറത്തിറങ്ങി സഞ്ചരിക്കാൻ തുടങ്ങി, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പറയുന്നവർ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് പോട്ടെ, നമ്മൾ പട്ടിണി മാറണമെങ്കിൽ നമ്മളെ കൈ തന്നെ വേണമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കേണ്ടിയിരിക്കണം. ഒരറ്റത്തോടെ കുറേ ആൾക്കാർ പറയും, ഒരറ്റത്തൂടെ ഞാൻ നടന്നു വയ്ക്കൊണ്ടിരിക്കും, അത്ര തന്നെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ബാലരാമപുരത്ത് കല്ലമ്പലം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ രണ്ട് മക്കളെ കാണുമ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം. ഇത് അസീനയും അസീനയുടെ രണ്ട് മക്കളുമാണ്. ഇവർ ചേർന്ന് നടത്തുന്ന ഒരു കൊച്ചു തട്ടുകടയുടെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കട റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് പൊളിച്ച് കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി. അപ്പോൾ പുതിയ സ്ഥലമൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരണം. പിന്നെ പഴയ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ മലപ്പുറത്തു നിന്നുള്ളൊരു സുഹൃത്തും കൂടി ഉണ്ട്. അപ്പോൾ ആളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇന്ന് സ്കൂളിൽ പോവാതെ രണ്ടാളും കൂടെ എനിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോയി. അങ്ങനെ മേടിച്ചുകൊണ്ടുവന്ന സാരിയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, കൊള്ളാം അല്ലേ? നല്ല സാരി, നല്ല കളറൊക്കെ നോക്കി രണ്ടാളും കൂടെ സെലക്ട് ചെയ്ത് കണ്ടോ ഇരുന്നൂടെ കാണാൻ. ഞാൻ രാവിലെ ചോദിച്ചു എന്താ സ്കൂളിൽ തുറക്കണോ? ചേടാ ഇത് ലൈറ്റ് ഉണ്ട് അല്ലേ? ലൈറ്റ് രാത്രി നല്ല വെളിച്ചത്തിൽ നല്ല രസമായിരിക്കും. ഇനിയുണ്ട്, ഇത് ഹന്നയുടെ ഗിഫ്റ്റാണ് കേട്ടോ. നീ സെലക്ട് ചെയ്തതായിരിക്കും അല്ലേ? അച്ചടാ, ഒരു കുഞ്ഞു ഗണപതി കാറിന്റെ ഫ്രണ്ടിൽ വെക്കാന്ന് നോക്ക്. എന്നാലും ഇതൊക്കെ സെലക്ട് ചെയ്ത് എടുത്തല്ലോ നിങ്ങൾ രണ്ടാളും കൂടെ. ഇനിയും കാറിന്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള അതങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നത് കാറിന്റെ ഫ്രണ്ടില്. വണ്ടി ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഇരിക്കും. പക്ഷെ വെള്ളം തുളുമ്പി വരുന്ന നമുക്ക് തോന്നൂലേ കാണുമ്പോ? മുഖത്തിനിടെ കൊണ്ടോട്ട് ഇങ്ങനെ ആക്കിയാൽ ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? അതൊക്കെ ഉണ്ട്, ഇനി ഒന്നോടെ ഉണ്ട്. ഇതിനൊരു അവസാനം ഇല്ലേ? രഹസ്യമായിട്ടൊക്കെ പൊട്ടിക്കുന്നു കുപ്പിവള. കണക്കാവോ ഒന്നും. ഇത് മാത്രം എനിക്ക് സൈസ് അല്ല. എൻ്റെ സാരിക്ക് മാച്ചിൽ നീ എടുത്തതല്ലേ, കുഴപ്പമില്ല. ഇത് മാത്രം എനിക്ക് ഇച്ചിരി വലുതായിപ്പോയി കൊച്ചുങ്ങൾ മേടിച്ചതിൽ. എന്നാലും അവരിങ്ങനെയൊക്കെ ചെയ്ത് വെച്ചല്ലോ. ഇട്ട് കാണിച്ചു തരാം. ഇതാ വലിയ വളയാ, ഇച്ചിരി വലിയതായി പോയതേ. കണ്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാനിത് സൂക്ഷിച്ച് വെക്കും. ഇത് ഞാനിടും കേട്ടോ. ആ സാരിക്ക് മാച്ച് ചെയ്യുന്ന കമ്മല്, വള എല്ലാം ഇതും അവള് സംഘടിപ്പിച്ചു. അടിപൊളി, കൊള്ളാം. താങ്ക് യു രണ്ടുപേർക്കും. കാരണം ഇന്നലെയാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ പുതിയ കട തുടങ്ങിയിട്ട് വരണേന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വന്നോളാം പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് പനിയായിട്ട് കട തുറക്കണില്ലായിരുന്നു. അങ്ങനെ പിന്നെ മാറ്റി വെച്ച് ഇന്നലെയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും അവർ പോയി ഇത്രയും സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചു. അത് എന്തായിരുന്നു ഒരു സ്നേഹം, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ കട അവിടെ നിന്ന് പൊളിച്ചു, അത് മാറ്റേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമായിരുന്നു. കാരണം അത്യാവശ്യം നല്ലോണമൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് കട മാറ്റേണ്ടി വരുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? എന്നിട്ട് കുഴപ്പമില്ല ചേച്ചി, ഇപ്പോൾ പഴയ ആളുകളൊക്കെ വരുന്നില്ലേ? കുഴപ്പമില്ല, പറഞ്ഞു അറിഞ്ഞറിഞ്ഞ് വരും. ഇനിയും വരും ആളുകൾ എന്തായാലും. വലിയ ദൂരത്തിലല്ല പക്ഷെ അല്ലേ, ഒരു 100-150 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ പഴയ കടയിൽ. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അന്ന് നമ്മൾ ഇവർക്കൊരു ചാനലുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. ആ ചാനൽ അടിച്ചു പോയി പിള്ളേരുടെ. കാരണം അത് ഇവർക്ക് അറിയില്ലായിരുന്നു. തുടങ്ങിയ സമയത്ത് യൂട്യൂബിന് അങ്ങനെയൊക്കെ ഉണ്ട്, 18 വയസ്സ് കഴിഞ്ഞവരുടെ പേരിൽ ചാനൽ തുടങ്ങാൻ പാടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആകെ എത്ര 29 പേര് അല്ലേ? 29 പേരെ വന്നിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. കൊച്ചുങ്ങളുടെ ഒരു ആഗ്രഹമാണ്. കാരണം ഇവർ പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞ് കടയിലെ പണികളുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവർ സമയം കണ്ടെത്തിയിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന ചാനലാണ് പോയത്. അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ലിങ്ക് നമ്മളുടെ വീഡിയോൻ്റെ അടിയിൽ കൊടുത്തേക്കും. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറ്റുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇവരുടെ വീഡിയോ ഒക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കണം രണ്ടുപേരെയും. ചാനലിൻ്റെ പേര് പറഞ്ഞെടുക്ക്, ഉമ്മയും മക്കളും TV-യും. ഉമ്മയും മക്കളും TV-യും. അപ്പോൾ നമ്മൾ അവിടുത്തെ കുഞ്ഞ് തട്ടുകടയിൽ നമ്മൾ ഇച്ചിരി കൂടെ വലിയ തട്ടുകടയിലോട്ട് മാറി അല്ലേ? നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വലിയ ഹോട്ടലാവട്ടെ. എങ്ങനെ പോകണം കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നമ്മള് 3 നാള് പട്ടിണി ഇല്ലാതെ പോണ്.
നമ്മളെ വാങ്ങിച്ച സാധനത്തിന് അടയ്ക്കാൻ പറ്റുന്നു. പിന്നെ നമ്മൾ പട്ടിണിയില്ലാതെ പോകണം, നമുക്ക് അതിൽ നിന്ന് മിച്ചം പിടിക്കാൻ പറ്റുന്നു. കുഴപ്പമില്ല. സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പോഴും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ. ചിക്കൻ ഫ്രൈ ഉണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, രസവട, ഓംപ്ലേറ്റ്, പപ്പടം. രാവിലെ ഉണ്ടോ? ഇല്ല, ഒരു 11 മണി തൊട്ട് ഞാൻ വന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 3:30 മണിയാകുമ്പോഴേ എല്ലാം റെഡിയാവും. 3:30 ആകുമ്പോഴേ ഭക്ഷണമൊക്കെ റെഡി ആയി അല്ലേ? എത്ര മണി വരെ ഇവിടെ നിൽക്കും ഇപ്പോൾ? 12:30. ഇപ്പൊ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നും അങ്ങനെ തന്നെയാണ്. പുതിയ കട ഇങ്ങോട്ട് മാറ്റിയപ്പോ പഴയ ആളുകളൊക്കെ അറിഞ്ഞു വരുന്നുണ്ടോ? നമുക്ക് കുറച്ച് യൂട്യൂബർ വന്ന് നമ്മളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് അവരിലൂടെ നമ്മളെ കസ്റ്റമർ അറിഞ്ഞിട്ട് വരുന്നല്ല, നമ്മളെ തേടി വരാനുള്ള സാഹചര്യം അല്ലല്ലോ. അവർ ഓരോ വീഡിയോകൾ കാണുമ്പോൾ നമ്മളെ തേടി നമ്മളെ അടുത്തോട്ട് വരും. അങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉമ്മയും മക്കളെയൊക്കെ മുഖം കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം, നിങ്ങളങ്ങ് ഫേമസ് ആയി പോയി. ചിക്കൻ ഫ്രൈ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആള്, എൻ്റെ മലപ്പുറംകാരൻ സുഹൃത്ത് ഷാജഹാനെ. ഒരു ഹായ് പറയോ? മലപ്പുറത്തുനിന്ന് ഇവിടെ ആള് ബാങ്കിൽ ജോലിയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ദിവസം വീഡിയോയിൽ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്താ ദോശയല്ലേ കഴിക്കണേ? ദോശൻ്റെ കൂടെ എന്തുട്ടാ കറി വേണ്ടേ? ചമ്മന്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, എന്തുട്ടാ ഒഴിക്കണ്ടേ? ചിക്കൻ കറി കഴിക്കാം. ഈ തിരുവനന്തപുരത്തെ രുചികളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇവിടെ വന്നിട്ട്? ഇഷ്ടപ്പെട്ട്. ചിലവർ പറയേ മലപ്പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ഇവിടേക്കുള്ള രുചി അത്ര ഇഷ്ടപ്പെടില്ല, തിരുവനന്തപുരത്തെ ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇവിടെ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമായി. സദ്യയൊക്കെ പോയി കഴിച്ചാ? 2-3 പായസമൊക്കെ ഉണ്ട് അല്ലേ? രസവട കഴിച്ചു നോക്കിയാ? അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് രസവടയും കൂടെ തരാം. രസവടയുണ്ട്. ഇതിനകത്ത് നമ്മൾ ചിക്കൻ കറി ഒഴിച്ചിട്ടുണ്ട്, ദോശയുണ്ട്, ഒരു പപ്പടം ഉണ്ട്, രസവടയും വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഇച്ചിരി ഒഴിക്കണോ? വേണ്ട. പിന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. അതാ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇത് ഇവിടുത്തെ അസീനയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇവിടെ എല്ലാവരും വരുന്നത് ചിക്കൻ ഫ്രൈ കഴിക്കാനാണ്. പുതിനക്കട്ടൻ ആരാണ് ഇട്ടത്? ഉമ്മയിട്ട. ഇവരെല്ലാവരും നല്ല അസൽ കുക്കുകളാണ് കേട്ടോ. ഒരാൾ മോശമല്ല. ഈ ചെറിയവളാണ് ഓംലേറ്റ് ഒക്കെ അടിച്ചു തന്നത് നമുക്ക്. ആദ്യം ചായ ഇട്ടത് ഇഷ്ടപ്പെട്ടിരുന്നാ? ചായ അടിച്ചത് ഇവളാണ്. കുട്ടികളാണ് ചായ അടിച്ചു തന്നെ. കട്ടനുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. കട്ടൻ നല്ല ചൂടാ, നല്ല ചൂടാണേ. പുതിനയൊക്കെ ഇട്ട കട്ട. തുളസി അല്ലേ? തുളസിയെ പുതിന എന്തായിട്ടിരിക്കണേ? തുളസിയെ പുതിന എന്തായിട്ടിരിക്കണ? അതില് പുതിനയല്ല. ഇച്ചിരി വെള്ളം എടുത്ത് തരുവാടാ. ദോശയും രസവടയും ചമ്മന്തിയും പപ്പടവും എല്ലാം കൂടെ ചേർത്ത് അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. ഇതാ നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ. അപ്പം ഇത് മേടിക്കാനാണ് കൂടുതൽ ആളുകളോട് അന്വേഷിച്ച് വരുന്നത്. ചൂട് നോക്കണേ. നമ്മളെ വീഡിയോ കണ്ട് എവിടെയെങ്കിലും കഴിക്കാൻ പോവാറുണ്ടോ? ഇത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാ അന്വേഷിച്ചതൊക്കെ കണ്ടുപിടിക്കണേ? എന്നിട്ട് ഓട്ടോ പിടിച്ച് പോകും. അത് ഞാൻ എമ്പുരാൻ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയാണ് പോയത്. കപ്പ ബിരിയാണി കഴിച്ചു. ഇഷ്ടമായി? എന്നിട്ട് ഇഷ്ടമായി. ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, PG. അപ്പൊ അവിടുത്തെ കപ്പ ബിരിയാണി നല്ല ഇഷ്ടമാണ്. കോട്ടയം കപ്പ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പോയതാണ്. പ്രീത ചേച്ചി കോട്ടയംകാരിയാണ്. ഇഷ്ടപ്പെട്ടു. നല്ല ചൂട് ചിക്കൻ ഫ്രൈ. സൂപ്പറായിട്ട്. ഇവിടെ ഐഷു 9ാം ക്ലാസ്സിലും ഹന്ന 6ാം ക്ലാസ്സിലുമാണ് പഠിക്കണത്. അപ്പോൾ നമ്മൾ പറയും കൊച്ചുങ്ങൾ ഇങ്ങനെ ഫോണിൽ കളിച്ച് നടക്കും, ഒന്നും ചെയ്യൂല വീട്ടിലേക്ക് എന്നൊക്കെ. ഞാൻ നിരന്തരം എൻ്റെ വീട്ടിലൊക്കെ എന്നും ഞാൻ ഒച്ചപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ സ്കൂൾ കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരും, ഉമ്മയെ സഹായിക്കും. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഈ 2 മക്കളുള്ളതുകൊണ്ടാണ് അസീന ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും ഈ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്. അസീനയെ കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഉമ്മ കടയടച്ച് പോകുന്നത് വരെ 2 പേരും കാവലായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ 3 ആളും കൂടെ ചേർന്നതാണ് ഈ കട. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലേ മുമ്പുള്ളവർക്കൊക്കെ അറിയാം, അന്ന് വന്ന് ഒരുപാട് സഹായിച്ച ആളുകളുണ്ട്.
അപ്പോൾ അങ്ങനെ ഇനിയും സഹായം വേണം. കാരണം വലിയ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന മക്കളാണ്. ഇനി നമുക്കറിയാലോ അടുത്ത തവണ SSLC ഒക്കെ കഴിഞ്ഞാൽ അവളുടെ +2 അഡ്മിഷനും അങ്ങനെയൊക്കെ ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മക്കൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ. 2 മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ നമുക്കറിയാം. സഹായിക്കാൻ വേറെ അങ്ങനെ ആരും ഇല്ലാത്തവരാണ് ഇവർ 3 പേരും മാത്രമേ ഉള്ളൂ. ഇവർക്ക് 3 പേർക്കും പിന്നെ നമ്മളെപ്പോലെയുള്ള ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടുകൾ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ നിന്ന് മേടിച്ചിട്ടാവും. അതുപോലും അവരെ സംബന്ധിച്ച് വലിയ സഹായമാണ്. പറ്റുന്ന ആളുകൾ വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, വന്ന് കഴിച്ചു പോകുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതിയെന്നേ. ഞാൻ ഉറപ്പ് പറയണം ഇഷ്ടപ്പെടും. കാരണം ചിക്കൻ ഫ്രൈയും ദോശയും ഒക്കെ അത്രയ്ക്ക് നല്ലതാണ്. കണ്ടോ ഈ കുഞ്ഞു മക്കൾ ഇവരെ അടിച്ചു തന്ന ചായയാണ് ഞാൻ ആദ്യം വന്നപ്പോൾ കുടിച്ചത്. ചായ നന്നായിട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് അതുവരെ ഇവർ പഠിച്ചു, ഇത്ര ചെറുപ്പത്തിലേ പഠിച്ചു. അപ്പോൾ അതും അവർക്കുണ്ട് ആ ഒരു എന്താ പറയുക, പാചകം എന്ന് പറയുന്ന ഒരു കല അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സംസം തട്ടുകട ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം, എന്നാലും ഇനി പുതിയതായി വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയണ്ടേ. ബാലരാമപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് പോണ വഴിയിൽ അവിടെ തൈക്കാപ്പള്ളി ഉണ്ട്. തൈക്കാപ്പള്ളി കഴിഞ്ഞ് ഒരു കുറച്ചും കൂടി വരുമ്പോൾ കല്ലമ്പലം എന്നാ പറയുക, വഴിമുക്ക് എത്തണ്ട, അതിന് തൊട്ട് മുന്നായിട്ട് റോഡിൻ്റെ ഇടതുവശത്ത് ഇവിടെ ഒരു എതറിൻ്റെ ഷോപ്പ്, ഇപ്പോൾ ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞു തരികയാണ്. എതറിൻ്റെ ഷോപ്പ് നാളെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി വരുമ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ കാണും. അതിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. 2 മക്കളുടെയും കൂടെ ഒരു വലിയ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ കയറണം, സഹായിക്കണം, പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മളങ്ങനെ കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ഇത്രയും ഇതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടിക്കൂടെ നിൽക്കുന്ന ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് സീന നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മൾ സഹായിക്കണേന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം അതുപോലെ ഇനിയും സഹായിക്കണം. ഇവരെ പോലെയുള്ളവരെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയും, ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഫുഡ് കാണിച്ചു കൊടുക്കാം, ഒപ്പം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും കൂടി ഉണ്ട്. ആ ഒരു ഉത്തരവാദിത്തമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഷാജഹാനെ നമുക്കൊരു ബൈ പറയാം. ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ വരാമെന്നും കൂടി പറയൂ. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇടയ്ക്ക് കാണാം. ഇടയ്ക്ക് ഞാനും കൂടി വരാമെന്ന് അല്ലേ? നമുക്കപ്പോൾ ഇടയ്ക്ക് ഇനി കാണാം. ഷാജഹാൻ തിരുവനന്തപുരത്തുണ്ട്. എന്നെ ഇതിനു മുമ്പേ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ എനിക്ക് എൻ്റെ കുറച്ച് അസൗകര്യങ്ങൾ കൊണ്ട് ഇച്ചിരി വൈകിപ്പോയെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകളിലൊക്കെ ഇനിയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി വരും. ബൈ പറയാം അല്ലേ? ബൈ.